നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ച ബ്ലൗസിൻ്റെ വീഡിയോ കാണിക്കാമെന്ന് ഓർത്തു. എല്ലാ ദിവസവും നമുക്ക് ഞായറാഴ്ച നോർമലി വീഡിയോസ് ഇല്ലാത്തതാണ്. ബ്ലൗസിൻ്റെ വീഡിയോ കാണിക്കണമെങ്കിൽ ഒരു ഫുൾ ഡേ വേണം. വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ല, അത് ഓർഡർ എടുക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ സ്കിൻ ഫിറ്റ് ബ്ലൗസാണ്. നോർമൽ നമ്മളുടെ കോട്ടൺ ബ്ലൗസ് അല്ല, സ്കിൻ ഫിറ്റ് ബ്ലൗസാണ്. ഈ സ്കിൻ ഫിറ്റ് ബ്ലൗസ് എന്ന് പറയുമ്പം ഇത് ഇപ്പോഴും കുറച്ച് അതിനെപ്പറ്റി അറിയത്തില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം സ്കിൻ ഫിറ്റ് ബ്ലൗസ് കൊടുത്തപ്പം എല്ലാവരും അല്ല കേട്ടോ, ഇപ്പം 1000 പേർക്ക് കൊടുക്കുമ്പോൾ ഒരാൾ, അങ്ങനെയേ പറയാൻ പറ്റുള്ളൂ. ഇതിന് ഞാൻ ഇത് എപ്പോഴും കാണിച്ചല്ലേ, ഇങ്ങനെ കാണിച്ചു ഇതിന് ഫ്രണ്ട് ഓപ്പണിംഗ് ഇല്ല, കട്ടിങ് ഇല്ല, അങ്ങനെയൊക്കെ പറയുന്നു. കാരണം ഇത് അത്രയ്ക്ക് ആ ബ്ലൗസിനെ പറ്റി അറിയത്തില്ലാത്തതാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ഇതിങ്ങനെ സ്കിൻ ഫിറ്റാണ്. അത് നമ്മൾ ശരീരത്തേക്ക് വലിച്ച് നമ്മളിപ്പം ഒരു കുർത്തി കയറ്റിയിടുന്ന പോലെ അല്ലെങ്കിൽ ഒരു ബനിയൻ കയറ്റിയിടുന്ന പോലെ ഇടൽ മാത്രമേ ഉള്ളൂ. അതിനകത്ത് വേറെ ഒരു കാര്യങ്ങളും അതിനകത്തില്ല. പുള്ളിക്കാരത്തി വിചാരിച്ചത് അതും ഫുള്ള് സാധാരണ ബ്ലൗസ് പോലെ ഫ്രണ്ടിൽ ഓപ്പണും കൊളുത്തും ഒക്കെ വെച്ച് അങ്ങനെയാണ് എന്നാണ് വിചാരിച്ചിരുന്നത്. അങ്ങനത്തെ ബ്ലൗസ് അല്ല ഇത്. ഇതിനകത്ത് ഇത് ഇട്ട് പഠിച്ചവർക്ക് ഇതിൻ്റെ ഗുണങ്ങൾ അറിയാം. കാരണം ഇത് നമുക്ക് സാധാരണ ബ്ലൗസ് തയ്ച്ച് കഴിയുമ്പം ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ഇതിപ്പോൾ എൻ്റെ സൈസ് കുറവ്, അതുകൊണ്ടാണ് ഇത് കയറ്റി ഞാൻ കാണിക്കാം കേട്ടോ. കൈയൊക്കെ നല്ല ഫിറ്റായിട്ടിരിക്കും, ഒട്ടും ചുളുക്കം വീഴാതെ, ബോഡിക്ക് നല്ല ഫിറ്റായിട്ടിരിക്കും. അങ്ങനെയുള്ള ബ്ലൗസാണ്. ഇതിപ്പോൾ ധാരാളം ആൾക്കാർ ഇത് പ്രിഫർ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ചെറിയൊരു പാർട്ടി ടച്ചൊക്കെ തരുന്ന ബ്ലൗസാണ്. ഇതിൻ്റെ സൈസ് വരുന്നത് ലാർജ്, XL, XXL. ലാർജ് എന്ന് പറയുമ്പോൾ 40 സൈസ് എന്ന് നമുക്കറിയാം. എന്നുകൊണ്ട് അത് ബ്രാസ് സൈസ് അല്ല. കുർത്തിയൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ നമ്മൾ ഏത് സൈസാണ് എടുക്കുന്നത് ആ സൈസ് പോലെ ഇരിക്കും. നമുക്കിപ്പം കുർത്തി എടുക്കുമ്പം ഒരു വലിയ വണ്ണം ഇല്ലാത്തവർക്കാണെങ്കിൽ XL ഒക്കെയാണ്. തീരെ വണ്ണം കുറഞ്ഞവർക്ക് കുറഞ്ഞു വരും. അറിയാമല്ലോ, അവനവൻ്റെ കുർത്തിയുടെ അല്ലെങ്കിൽ ഒരു ചുരിദാറിൻ്റെ സൈസ് എടുക്കുന്നത് ഏതാണോ അതായിരിക്കും സൈസ്. ലൂസായിട്ട് തൂങ്ങി കിടക്കത്തില്ല. ഇത് സ്കിൻ ഫിറ്റാണ്, സ്കിന്നോട് ചേർന്നിരിക്കും. നമ്മുടെ ശരീരം എങ്ങനെയാണോ അങ്ങനെ ചേർന്നിരിക്കും. ഇപ്പം XL സൈസ് ഉള്ളയാൾ ബ്ലൗസ് എടുക്കാൻ പോകുന്നവർ ദയവായി ഇത് കേൾക്കണം. XL സൈസ് ഉള്ളയാൾ ലാർജ് സൈസിൻ്റെ എടുത്താൽ അയാൾക്ക് പാകമാകത്തില്ല. നമുക്ക് ഈ ബ്ലൗസിന് റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുവാണ്. അറിയാവുന്നവരെടുത്താൽ മതി. അറിയത്തില്ലാത്തവർ ചാടിക്കയറി എടുത്തിട്ട് പിറ്റേ ദിവസം റിട്ടേൺ വേണം, എക്സ്ചേഞ്ച് വേണമെന്ന് പറഞ്ഞ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അറിയത്തില്ലാത്തവർ അത് മനസ്സിലാക്കിയിട്ടേ എടുക്കാവുള്ളൂ, എടുക്കുന്നതിനല്ല കേട്ടോ, അങ്ങനെയല്ല പറഞ്ഞത്. അറിയാവുന്നവരെ എടുക്കാവുള്ളൂ എന്ന് പറയും. ഇത് റിട്ടേണും എക്സ്ചേഞ്ചും ഒന്നും ചെയ്ത് തരില്ലാത്തതുകൊണ്ട്, ബ്ലൗസ് ആയതുകൊണ്ടും ഇത് സ്കിൻ ഫിറ്റ് ആയതുകൊണ്ടും ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ റിട്ടേണും എക്സ്ചേഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതാണ് ആദ്യത്തെ ബ്ലൗസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കളറ് ഇതിൻ്റെ സൈസ്, വില എല്ലാം സ്ക്രീനിൽ എഴുതി കാണിക്കും. അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പം സൈസും വിലയും കൂടെ കൂട്ടി, ഓരോന്നിനും ഓരോ നമ്പരും ഉണ്ട്. ആ നമ്പരും സൈസും വിലയും കൂടെ കൂട്ടി തന്നെ വേണം എൻക്വയറി നടത്താനും ബുക്ക് ചെയ്യാൻ. ആ സ്ക്രീൻഷോട്ടിൽ അതില്ലെങ്കിൽ നമുക്ക് ബുക്കിംഗ് എടുക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ കയ്യിൽ ആ നമ്പർ മാത്രമേ കാണുള്ളൂ ബുക്കിംഗ് എടുക്കുമ്പോൾ. ഇത് വന്നിട്ട് ഒരു ലൈറ്റ് ഗ്രീൻ കളർ, ഒരു പാരറ്റ് ഗ്രീൻ എന്ന് പറയാം. അതിൻ്റെ ഒരു ലൈറ്റ് തെളിങ്ങനെ ഒരു ഡിസൈനുണ്ട്. ഒരു പാർട്ടി വെയർ പോലെ ഇടാൻ പറ്റുന്ന ബ്ലൗസാണ്. ഇങ്ങനെ ഇരിക്കും ബ്ലൗസ്. ഇതിൻ്റെ ഫ്രണ്ട് ഇതിനിങ്ങനെ ഒരു കട്ടിങ് ഉണ്ട് കേട്ടോ, പ്രിൻസസ് കട്ട്, ഒരു കട്ടിങ് ഉണ്ട്. ബാക്ക് ഇങ്ങനെ, നെക്ക് ഇങ്ങനെ, ലെങ്ത്തൊക്കെ ഉണ്ട്. ഇതിപ്പം ഞാൻ എടുത്തിരിക്കുന്ന ലാർജ് സൈസാണെന്ന് തോന്നുന്നു. എനിക്ക് ലാർജ് പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ XLൻ്റെ സൈസ് വരുമ്പം കാണിച്ചു തരാം. അടുത്തത് ഇങ്ങനെ ഇവിടുത്തെ നിറച്ചും നിങ്ങൾ ഈ കാണുന്ന ഈ കുത്തു പോലെ കാണുന്ന മുഴുവൻ സ്റ്റോൺ വർക്കാണ്. ഇത് നല്ല നമ്മളുടെ ഇപ്പോൾ കേരള സാരി, അല്ലാത്ത സാരി, ഏത് സാരിക്ക് വേണേലും ബോട്ടിൽ ഗ്രീൻ കളറാണ്. പ്രത്യേകിച്ചും പ്ലെയിൻ സാരികൾക്കൊക്കെ വളരെ ആപ്റ്റാണ്. ഇങ്ങനെ ഒരു സ്കാലപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. കഴുത്തേല, ബാക്ക് നെക്ക് ഇങ്ങനെ. ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒക്കെ നോർമലി വരുള്ളൂ കേട്ടോ, അല്ലാതെ ഓവറായിട്ടൊന്നും വരത്തൊന്നുമില്ല. ഇതിൻ്റെ ആരാധകർ ധാരാളം ഉണ്ട് തന്നെ. കാരണം നമ്മൾ ഈ ബ്ലൗസ് സെയിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്കിത് രണ്ടും അറിയാം. ഇതടുത്തത് ഇങ്ങനെ ഒരു വെൽവെറ്റിൻ്റെ, ഒരു ഭയങ്കരമായിട്ട് വെൽവെറ്റിൻ്റെ അങ്ങ് നിൽക്കുന്ന ഒരു മെറ്റീരിയലല്ല, ഒരു ഡീപ്നെസ് തോന്നുന്ന ഒരു വെൽവെറ്റിൻ്റെ ഒരു മെറ്റീരിയൽ. ഡീപ്നെസ് എന്ന് പറഞ്ഞാൽ കളറിൻ്റെ നല്ല ഡാർക്ക് ഫീൽ തോന്നുന്ന ഒരു മെറ്റീരിയൽ. ഇങ്ങനെ ഡിസൈൻ വരും.
ഒത്തിരിയും ദിവസമായിട്ട് സ്കിൻ ഫിറ്റിൻ്റെ ബ്ലൗസ് കാണിക്കാനായി ഇരിപ്പുണ്ട്. ഒത്തിരി പേര് അത് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, ബ്ലൗസിൻ്റെ വീഡിയോ ഇടുന്നെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലോ എന്ന്. ലാവണ്ടർ ഷെയ്ഡ് ഉണ്ടോ, ഇങ്ങനൊരു ഇതാണ് ഇതിൻ്റെ ആ ഒരു മെറ്റീരിയലിൽ. ഇങ്ങനെ ഒരു നല്ലൊരു ഡിസൈനുണ്ട്, ഒരു ചെറിയ ഗോൾഡൻ ഡിസൈൻ. നേരെ കാണുമ്പോൾ നല്ല ഭംഗിയാണത് കാണാനേ. ഇങ്ങനെ ഇത് വന്നിട്ടൊരു എന്താ പറയുന്നത്, ഒരു ലൈറ്റ് ഷെയ്ഡാണ്. ഇതിൻ്റെ കളറെന്ന് പറഞ്ഞാൽ, കളർ എനിക്ക് സത്യം പറഞ്ഞാൽ പറയാൻ പറ്റുന്നില്ല. ഒരു ബേജ് ഷെയ്ഡ് പോലെ വന്നിട്ട് അതിലൊരു ഗോൾഡൻ ഡിസൈൻ. ഇത് എക്സൽ ഉണ്ടോ, എക്സൽ സൈസ് എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ ഉണ്ടോ, ബ്ലാക്ക് തനി ബ്ലാക്ക് എന്ന് പറയത്തില്ല, ഒരു ഗ്രീനിഷ് ഷെയ്ഡ് ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു കൂടെ ഒരു സിൽവറിൻ്റെ ഒരു ഇത് പോകുന്നത് ഉണ്ടോ. കൈ ഇങ്ങനെ ഇരിക്കും, എത്ര ഫിറ്റായിട്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്, നമുക്ക് തയ്ച്ച് ഒരു വിധത്തിൽ അവിടെ ഇവിടെ തുടിങ്ങോ ലൂസായിട്ടോ അങ്ങനെയൊന്നും കിടക്കില്ല. നല്ല ബോഡി ഫിറ്റായിട്ടിരിക്കും. ഇത് കണ്ടോ, എനിക്കിപ്പോൾ എക്സൽ സൈസാണ്. എൻ്റെ ചുരിദാറിൻ്റെ സൈസും ചില ബ്രാൻഡ് ഇടുമ്പോൾ എക്സലിനും ഡബിൾ എക്സലിനും ഇടയ്ക്ക്. നോർമലി എക്സലാണ് കറക്റ്റായിട്ടുള്ളത്. പിന്നെ റെഡിമെയ്ഡ് ആകുമ്പോൾ നമുക്കറിയാലോ ഓൾട്രേഷൻ ചെയ്യും. ഇതിനി നിങ്ങൾ ആരെങ്കിലും എടുത്തിട്ട് വലിയ സൈസ്, നിങ്ങളുടെ കഴിഞ്ഞും വലിയ സൈസ് ഇപ്പം എക്സൽ വേണ്ടയാൾ ഡബിൾ എക്സൽ എടുത്തെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ഭയങ്കര ലൂസൊന്നും ആകത്തില്ല. ഇത് ഏകദേശം സ്കിൻ ഫിറ്റായിട്ട് തന്നെ കിടക്കുന്നത്. എക്സൽ വേണ്ടവർ എക്സൽ സൈസേ ഉള്ളൂ. ഇപ്പം ഞാൻ ഡബിൾ എക്സൽ ഇട്ടാൽ ഭയങ്കര തുടുങ്ങി കിടക്കത്തില്ല. ഇനി അഥവാ വേണമെങ്കിൽ നമ്മുടെ ഈ ഓവർലോക്കൊക്കെ ചെയ്യുന്ന മെഷീനിൽ ഒന്ന് ലോക്ക് ചെയ്യാം. നമ്മുടെ സാധാരണ മെഷീനിൽ അടിക്കാൻ പറ്റുമോ അല്ലേ, എല്ലാ മെഷീനിലും പറ്റുമെന്നാണ് പറഞ്ഞത്. എനിക്ക് അങ്ങനെ ഒരു തോന്നൽ കയറി. എന്താ അടുത്ത കളർ, ഇത് ഭയങ്കര സുഖമുണ്ട്. ബോഡിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ നല്ല ഇതായിട്ട് കിടക്കും. കണ്ടോ, ഒരു ക്രീം ഷെയ്ഡ്. ഞാൻ ഫ്രണ്ടും ബാക്കും ഒക്കെ മാറ്റിയാണ് കാണിക്കുന്നത്. ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്. ഉണ്ടോ, ഇങ്ങനെ ഇരിക്കും. ഇതേ കൂടെ ഉണ്ട് ഒരു ബുട്ട പോലൊരു സാധനം. ബ്ലൂ ഷെയ്ഡ്. റേറ്റ് ഇത്രയല്ലേ ഉള്ളൂ. നമ്മളൊരു ബ്ലൗസ് തയ്ക്കണേ തന്നെ എത്ര രൂപയാവും. പിന്നെ കറക്റ്റ് എല്ലാം തയ്ക്കുന്നതിന് പൈസ കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ നമ്മൾ തുണി എടുക്കുന്നോ ഒന്നുമല്ല പ്രശ്നം. ഇന്നത്തെ കാലത്ത് കറക്റ്റായിട്ട് തയ്ച്ച് കിട്ടലാണ് പ്രശ്നം. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇതാ, കൃത്യമായിട്ട് നമുക്ക് പാകമായിട്ട് തയ്ച്ച് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. കാരണം ഇഷ്ടംപോലെ തയ്യക്കാരുണ്ട്, നന്നായിട്ട് തയ്ക്കുന്നവരുണ്ട്. പക്ഷേ ഏത് മനുഷ്യനും ചില സമയത്ത് തയ്ച്ച് കഴിയുമ്പോൾ ശരിയാകത്തില്ല. ചിലപ്പോൾ ഒരു പ്രശ്നം വരും, നന്നായിട്ട് നമുക്ക് നല്ലതായിട്ട് തയ്ച്ചുകൊണ്ടിരുന്നതാണ്, പക്ഷെ ചില സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം ഈ ബ്ലൗസിനൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനത്തെ ബ്ലൗസുകൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം അധികം വരാറില്ല. കാരണം സ്കിന്നുമായിട്ട് അത്രയും ഇതായിട്ടുള്ള ഇതാണല്ലോ. ഇത് ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡ്. ഉണ്ടോ, ഞാനിങ്ങനെ ഇവിടെ ചുരിദാറുള്ള ഇതുള്ളതുകൊണ്ട് വലിച്ചു കയറ്റിയിട്ടില്ലേ കറക്റ്റ്. പിന്നെ ഇതിൻ്റെ അടിയിൽ എൻ്റെ ചുരിദാറിൻ്റെ കനവും കൂടെ വരുമല്ലോ. എൻ്റെ കറക്റ്റ് ബോഡിയെ മാത്രം ഇത് കിടക്കുന്നെങ്കിൽ കറക്റ്റായിട്ട് കിടക്കും. എപ്പോഴും സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ സൈസ് കൂട്ടി എടുക്കാവുള്ളൂ. എക്സൽ സൈസ് ഉള്ളയാൾ ഉറപ്പായിട്ടും അല്ല, എക്സൽ സൈസ് ഉള്ളയാൾക്ക് ഡബിൾ എക്സൽ എടുക്കുന്നതിന് കുഴപ്പമില്ല. അവനവനെ കഴിഞ്ഞ് വലിയ സൈസ് ഏത് വേണേലും എടുത്തോ, ചെറിയ സൈസ് എടുക്കരുത്. അത് സൈസ് എന്ന് പറയുന്നത് ബ്രാ സൈസ് അല്ല കേട്ടോ. ഞാൻ പിന്നെയും പറയും, സ്കിപ്പ് ചെയ്ത് വീഡിയോ കണ്ടിട്ട് എന്തോരമാണോ ഡൗട്ട്സ്. അതങ്ങനെ സാധനം വാങ്ങിക്കല്ലെന്നേ ഞാൻ പറയുള്ളൂ. വീഡിയോ നമ്മൾ സാധനം വാങ്ങിക്കാനാണെങ്കിൽ നമ്മൾ വീഡിയോ വൃത്തിയായിട്ട് അത് മൊത്തം കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ പൈസയല്ലേ. ഇതുണ്ടോ, നേവി ബ്ലൂ കളർ. അതിലും ഉണ്ടൊരു ബുട്ട കേട്ടോ. ഇത് മുമ്പേ കണ്ട ആ ഒരു ബ്ലാക്ക് പോലത്തെ കളറില്ലേ, അതിൻ്റെ ഗ്രീന്. ഇതിപ്പോൾ തിരിച്ചറിയാം, ഗ്രീന് ബ്ലാക്കിൽ ഗ്രീൻ ഷെയ്ഡുള്ള ഇതൊക്കെ എന്ന് പറയാം. നമ്മുടെ ബോട്ടിൽ ഗ്രീന് അല്ലെങ്കിൽ ബ്ലാക്ക് അങ്ങനത്തെയൊക്കെ പ്ലെയിൻ സാരീസൊക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി ഭംഗിയാണ് ഇതിൻ്റെ കൂടെ ഇടാൻ. പിന്നെ ഒത്തിരി സംഭവങ്ങൾക്ക് ഇത് ചേരുകയും ചെയ്യും. ഒരു എന്നാ പറയുന്നത്, ഒരു അത്യാവശ്യം ഞാൻ ഈയിടെ ഒരു സാരി കാണിച്ചായിരുന്നു, പ്ലെയിൻ സാരി, അതൊരു സൈസ് ബുട്ടായുള്ള. ഞാൻ ആ സാരി കണ്ടപ്പോൾ ഈ ബ്ലൗസുകളെ പറ്റിയാണ് ഓർത്തത്. നല്ല ആർട്ടാണ് ആ സാരികൾക്ക്. ഈ ബ്ലൗസ് കുറച്ച് പേരൊക്കെ ആ സാരി വാങ്ങിച്ചവരുണ്ട്. പിന്നെ ഒത്തിരി നമുക്ക് ചെറിയൊരു ഫംഗ്ഷന് വേണമെങ്കിൽ ഇടാം, അല്ലാതെ വേണമെങ്കിലും ഇടാം. 2 കളറായി തരാം, ഒന്ന് ബ്ലാക്കും ഒന്ന് ഗ്രീനും. ഇത് ഒന്ന് കാണിച്ചതല്ലേ, ഇതിൻ്റെ വേറെ സൈസല്ലേ. ഇതിൻ്റെ തന്നെ ലാർജും ഉണ്ട് എക്സലും ഉണ്ടെന്ന് തോന്നുന്നു. ഇതൊരു സൈസ് ബ്ലാക്ക് എന്ന് പറയാൻ പറ്റത്തില്ല,
ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ്. അങ്ങനത്തേൽ ഈ ഒരു ഗോൾഡൻ ഡിസൈൻ. ഇത് ഒത്തിരി ഉണ്ടോ ഈ ബ്ലൗസ്? സ്റ്റോക്ക് കുറവാണ്. ആവശ്യക്കാർ ഇങ്ങനത്തെ ബ്ലൗസിന് ഭയങ്കരമായിട്ട് കൂടുതൽ. യെല്ലോ എന്നിട്ട് ഇതുണ്ടോ നല്ല ഇതിങ്ങനെ ഒരു അടുപ്പ് പോലെ ഒരു ഡിസൈനാണ്. നല്ല ഭംഗി ഹിറ്റൊക്കെ കാണാൻ കേട്ടോ, ഭയങ്കര രസമാണ്. പക്ഷേ എന്നാണോ എനിക്കറിയത്തില്ല, ഈ ഡിമാൻഡ് കൂടുതലുള്ള സാധനത്തിന് സപ്ലൈ ഭയങ്കര കുറവാണ്. നിങ്ങൾക്ക് വരെ ദേഷ്യം വരും. പലരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇച്ചിരി സാധനം വെക്കുന്നല്ല, സാധനം കിട്ടണ്ടേ, കിട്ടാതെ നമ്മൾ എന്ത് ചെയ്യാനാണ്? മാനുഫാക്ചറുടെ അടുത്ത് വരെ വഴക്കുണ്ടാക്കിയിട്ടും അവർക്ക് എന്ന് വെച്ചാൽ ചിലവ് കൂടുതലുള്ള സാധനം ഇത്തരം ഉണ്ടാക്കിയാലും തികയത്തില്ല. അതാണ് അതിൻ്റെ കാരണം. ആ മഞ്ഞയുടെ തന്നെ ഒരു പ്രത്യേക ഒരു കളർ ഇത് കണ്ടോ, അത് സെയിമാണ് ഈ ഒരു കളറ്. ഇതൊക്കെ ബ്ലൗസിൻ്റെ കളക്ഷൻസ് ഞാൻ പറഞ്ഞിട്ട് ഒരു ബ്ലൗസിന് ഇപ്പോൾ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഒറ്റ ഷിപ്പിംഗ് ഇപ്പോൾ 50 രൂപ. നമ്മുടെ DTDC വഴി ഷിപ്പിംഗ് ഇപ്പോൾ 60 രൂപയാണ്. 60 രൂപയ്ക്ക് നിങ്ങൾക്കൊരു 4 ബ്ലൗസ് വരെ എടുക്കാമെന്ന് തോന്നുന്നു. 4 ബ്ലൗസ് വരെ എടുക്കാം. അപ്പോൾ വാങ്ങിക്കുമ്പോൾ ഒരു ബ്ലൗസിന് വേണ്ടിയിട്ട് മെനക്കെടുത്താതെ ഞാൻ പറഞ്ഞിട്ട് 2-3 വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വാങ്ങിക്കുക. കാരണം ഞങ്ങൾക്ക് ഒരു അത്ര പ്രവൃത്തി ചെയ്യുന്നതിനൊരു ഇത് വേണ്ടേ. ചുമ്മാതെ നിങ്ങൾക്ക് 60 രൂപ ഈ കുറച്ച് നമുക്ക് ഷിപ്പിംഗ് ചാർജ് എടുക്കാൻ പറ്റത്തില്ല. കാരണം അവരുടെ മിനിമം ചാർജ് എന്ന് പറയുന്നത് അത്രയും വരും. അപ്പോൾ നമുക്ക് അതിൽ കുറയ്ക്കാൻ പറ്റത്തില്ല. ഇത് പഫ് സ്ലീവ് ഉള്ള ഒരു ബ്ലൗസ്, നല്ല സ്റ്റൈലാണ്. ഇപ്പോൾ ഡബിൾ സൈഡോ ഡബിൾ XL ആണോ? അത് കഴിഞ്ഞ് കാണിക്കുകയല്ലേ. ഇത് കണ്ടോ, ഇപ്പോൾ പഫ് സ്ലീവിന് ഭയങ്കര ഡിമാൻഡല്ലേ. നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ സാധാരണ നോർമൽ രീതിക്ക് സാരി വലിയ ഓവറായിട്ടുള്ള ഭയങ്കര ഇതുള്ള സാരി ഇല്ല നമ്മുടെ. ഇപ്പോൾ ഒരു വലിയ ഇതല്ലാത്ത സിമ്പിൾ സാരിയൊക്കെ ആണെങ്കിലും ഒരു പഫ് സ്ലീവ് ബ്ലൗസൊക്കെ ഇട്ട് കഴിയുമ്പം അതിന് വേറൊരു ലുക്ക് കിട്ടും. നമുക്ക് ഫംഗ്ഷന് പോയി കഴിയുന്നുണ്ട്. ഇവിടെ ഇതുണ്ട്, ഇവിടെയുണ്ട്. ഇത് കണ്ടോ, ഇതിനെ അങ്ങനെ പൊക്കുന്നേ. വിടർന്ന് വരുമെന്നോ അതെല്ലാവർക്കും അറിയാം. ഈ പെണ്ണുങ്ങൾക്കൊക്കെ ഇതൊക്കെ അറിയാവുന്നേ. നിങ്ങൾക്കും അത് ഇവിടെ നിൽക്കുന്ന പെണ്ണുങ്ങളുടെ വിചാരം ഇവിടെ നിൽക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ അറിയത്തുള്ളൂ. എല്ലാവർക്കും അറിയാം കേട്ടോ. ഇത് കേട്ടോ, ഇതിൻ്റെ ഒരു ടീൽ ബ്ലൂ കളറ് എന്നിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ. ഞാൻ ഫ്രണ്ടും ബാക്കും തിരിച്ചാണ് കാണിക്കുന്നതെന്ന് തോന്നുന്നു. ഇത് ഫ്രണ്ട്, ഇത് ബാക്കിനൊക്കെ ഒന്നും ഒത്തിരി കണ്ടമാനം ഇറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. ആ പഫ് സ്ലീവിൻ്റെ തന്നെ ഒരു റെഡ് ഷെയ്ഡ്. അകത്തെ കളറ് വരുമ്പോൾ നോക്കണ്ട, ഇത് ഡാർക്ക് റെഡും മെറൂണും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ. പിന്നെ ഹൈലി ഡിമാൻഡഡ് ആയിട്ടുള്ള മറ്റൊരു സാധനം ചോദിച്ചോ, ഇത് പ്രത്യേകിച്ച് ആ ഓണത്തിൻ്റെ ടൈമിലാണെന്ന് എനിക്ക് തോന്നുന്നത്. യെല്ലോ ഇത് ചോദിച്ച ആൾക്കാർ ഇത് വരുമ്പം പറയണമെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഈ വീഡിയോ കണ്ടറിയണേ. ദൈവമേ, അവരാരാ എവിടാന്ന് പോലും അറിയത്തില്ല. എന്നോട് പറയണേ, ഇത് വരുമ്പം എന്നോട് പറയണേ എന്ന് പറഞ്ഞ പലരുണ്ട്. പക്ഷെ അവരാരാന്ന് നമ്മൾ ഈ നമ്പർ സേവ് ചെയ്ത് അങ്ങനെ ഇടില്ലല്ലോ. ഇത് കണ്ടോ, നല്ല കളർ കേട്ടോ, നല്ല കളറാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുക, ഭയങ്കര രസമാണ് ഇത്. ഇതിനൊക്കെ ചേരുമെന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞറിയാം. നല്ല സിൽവർ കളറൊക്കെ സാരിയൊക്കെ പ്ലെയിനൊക്കെ കൊടുക്കണം അല്ലേ. ഇത് അടുത്തത് ഈ പറഞ്ഞ പോലെ ഒരു വെറൈറ്റി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇങ്ങനെ നെറ്റ് വന്നിട്ട്, നെറ്റാണ് കൈയുടെ അവിടെ, എന്നിട്ട് ഇങ്ങനെ ബോഡി ഇങ്ങനെ. ഇതിപ്പോൾ നമുക്ക് ചെറിയ പെൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ധാവണിയൊക്കെ ഇടുമ്പോഴും അല്ലെങ്കിൽ സ്കേർട്ടിന് ടോപ്പായിട്ടും ഒക്കെ ഇടാം. ഫ്രണ്ട് ഇങ്ങനെ. ഞാനിപ്പോൾ ആദ്യം കാണിച്ച ബാക്ക് ഇത് ഫ്രണ്ട്. 3 കളറുണ്ട് അതിൻ്റെ, റെഡ്, മെറൂണ്, ബ്ലാക്ക്. ഡബിൾ XLൻ്റെ വേറെ. മെറൂൺ നോർമൽ ബ്ലൗസ്. ഇങ്ങനെ കയ്യല അതൊക്കെ എല്ലാത്തിനും ഉണ്ട് കേട്ടോ. തുമ്മാൻ വരുന്നു. ബോട്ടിൽ ഗ്രീൻ. നല്ലൊരു ബ്ലൂ ഷെയ്ഡ് കണ്ട.
ഇതും നല്ലൊരു ഷെയ്ഡ്, ഒരു വെറൈറ്റി കളർ, ഒരു ഒനിയൻ്റെയൊക്കെ ഒരു ഡസ്റ്റി ആയിട്ടുള്ള ഒരു ഷെയ്ഡ്. അതിൻ്റെ കൂടെ സിൽവർ ഡിസൈൻ. ബാക്ക് ഇങ്ങനെ. ഇത് മെറൂൺ, അതിൻ്റെ തന്നെ ഇങ്ങനെ. ഇതിനൊക്കെ എന്തോരം സ്റ്റോക്ക് ഉണ്ടെന്നുള്ള കാര്യം അറിയത്തില്ല. ഹ്യൂജായിട്ടുള്ള സ്റ്റോക്കൊന്നുമില്ല, ആയിരക്കണക്കിന് സ്റ്റോക്ക് വെച്ചിട്ടില്ലേ. കാരണം ഇതൊക്കെ എപ്പോഴും വരുന്ന സാധനങ്ങളാണ്. അതുകൊണ്ടേ നമ്മൾ ഈ ബ്ലൗസ് കാണിക്കാൻ ഇച്ചിരി മടിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ബ്ലൗസ് അതുപോലെ പാട് വരുന്നതുകൊണ്ട്, ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ടാണ്. ക്രീം, അതിനും ഇങ്ങനെ ഇതുണ്ട്, ഇങ്ങനൊരു ഇതുണ്ട്. ഇതിപ്പോൾ സൈസ് XXL. XXL എന്ന് പറയുന്ന സൈസാണ്. എക്സലുകാരും XXL എടുത്താൽ ഒരു കുഴപ്പമില്ല കേട്ടോ. XL സൈസ് എടുക്കുന്നു, XXL എടുത്തെന്നും പറഞ്ഞ് വലുതായി പോകത്തൊന്നുമില്ല കേട്ടോ. എനിക്ക് XL ഞാൻ പറഞ്ഞില്ലേ, കണ്ടോ, ലൂസായിട്ടില്ലല്ലോ, ഇങ്ങനെ തൂങ്ങിയൊന്നും കിടക്കത്തൊന്നുമില്ല. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുമെങ്കിൽ ഒന്ന് അടിച്ചാൽ മതി. ഇല്ല, ആവശ്യം വരത്തില്ല. ഇനി വന്നാൽ ഇൻ കേസ് ബ്ലാക്ക് ഗ്രീൻ എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ. ലാവണ്ടറിൻ്റെ ഈ ഷെയ്ഡ് കാണിച്ചെന്ന് തോന്നുന്നു വേറെ സൈസിനകത്ത്. ഇത് XL എൻ്റെ സൈസ് XL ആണെന്ന് ഉറപ്പുള്ളവർ XL തന്നെ ചോദിക്കുക. XL ചോദിച്ചിട്ട് ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് XXL ആയാലും ഒരു കുഴപ്പമില്ല. പക്ഷേ എന്തെങ്കിലും ഞാൻ പറഞ്ഞൊന്നും പറഞ്ഞ് അങ്ങനെ വാങ്ങിക്കരുത്. എന്തെങ്കിലും ചെറിയ ലൂസാണോ അങ്ങനെ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുക്കണം. എന്താ, സൈഡ് മാത്രം അടിച്ചു കൊടുക്കണം, അത്രേ ഉള്ളൂ. നല്ലൊരു കളർ, പർപ്പിൾ, നല്ല ഡാർക്ക് പർപ്പിളെ കൂടെ. അത് എന്ത് രസമല്ലേ അങ്ങനത്തെ. ഞാൻ എപ്പോഴും പ്ലെയിൻ സാരി ആയിട്ട്. അത് സ്റ്റോക്ക് കുറവാണ് കേട്ടോ. ഇവിടെ ഒന്ന് പറയുന്നു സ്റ്റോക്ക് കുറവാണ്. ഞാനിത് നല്ല എന്നൊക്കെ പറയുന്നത് സ്റ്റോക്ക് അധികമില്ല. ചിലതിന് ഒത്തിരി ഉണ്ട്, ചിലതിന് കുറവാണ്. എന്താ ഗ്രേ കളർ, ആഷ് കളർ. പർപ്പിൾ അല്ലെങ്കിൽ വാടാമുല്ല ഷെയ്ഡ്. കോഫി ബ്രൗൺ. ഇത്രയേ ഉള്ളൂ ബ്ലൗസിൻ്റെ കളക്ഷൻ, ഇത്രയേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടെ പറയുക, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വിശ്വാസത്തിൽ നിങ്ങൾ വാങ്ങിക്കുക. കാരണം വിശ്വാസം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, എൻ്റെ സൈസ് ഇതാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളത് അനുസരിച്ച്. കാരണം ഞാൻ എപ്പോഴും ബ്ലൗസ് കൊടുക്കുമ്പോൾ പറയുന്ന തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ആളുടെയോ വയനാട് ഇരിക്കുന്ന ആളുടെയോ കണ്ണൂർ ഇരിക്കുന്ന ആളുടെയോ കാഞ്ഞിരപ്പള്ളിയിൽ ഇരിക്കുന്ന ആളുടെയോ ഒരാളുടെയോ നമുക്ക് സൈസ് അറിയത്തില്ല. ബോഡിക്ക് വ്യത്യാസമുണ്ട്. ഇപ്പോൾ എൻ്റെ സൈസ് XL ആണെന്ന് പറഞ്ഞാൽ ഇത് ബോഡിയായിട്ട് ഫിറ്റായിട്ടുള്ള സാധനമാണല്ലോ നമ്മുടെ ബ്ലൗസ് എന്ന് പറയുന്നത്, കുർത്തി പോലെ അല്ലല്ലോ. അപ്പം എൻ്റെ XL സൈസാണെന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിൻ്റെ വിരിവും എൻ്റെ എന്നാ പറയുക ചെസ്റ്റ് സൈസ് അങ്ങനെയുള്ള പല ഘടകങ്ങൾ ഒത്തുകൂടുമ്പോഴാണ് എൻ്റെ XL സൈസ് എനിക്ക് പാകമാകുന്നത്. ചിലർക്ക് വിരിവുള്ള ബോഡി ആയിരിക്കാം, ചിലർക്ക് ഇങ്ങനെ അകത്തോട്ടായിരിക്കാം, ചിലർക്ക് ഇങ്ങനെ ഈ ഒരു ഭാഗം ഇങ്ങനെ തൂങ്ങി വന്നിട്ട് കൈക്കിടെ ഈ ഒരു ഭാഗത്ത് വണ്ണം കൂടുതലായിരിക്കാം, കൈക്ക് വണ്ണം കൂടുതലായി, അങ്ങനെയൊക്കെ ബോഡിയുടെ ഇതുണ്ട്. അത് നമുക്കതനുസരിച്ച് ആക്കാൻ പറ്റത്തില്ല. ഇത് സ്കിൻ ഫിറ്റ് ആയതുകൊണ്ട് കുറേയൊക്കെ നമ്മുടെ ബോഡിക്ക് അനുസരിച്ച് വലിഞ്ഞു വരും. ഈ കാണുന്ന ഇതിലല്ലല്ലോ അതിരിക്കുന്നത്, ഇതെല്ലാം വലിഞ്ഞ് നന്നായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഏകദേശം നമുക്കറിയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ XLനൊക്കെ XL ആണെങ്കിലും എൻ്റെ ശരീരം ഇച്ചിരി വലുതൊന്നും XXL തന്നെ വാങ്ങിക്കുക. നമ്മളോട് നാളെ അതിന് പരാതി പറയല്ലെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ അറിയില്ലല്ലോ. എന്നാ പറയുക, ഓരോരുത്തരുടെയും ബോഡിയിൽ കൈക്ക് വണ്ണം, വലത് കൈക്ക് ചിലപ്പം വണ്ണം കൂടുതൽ, അതനുസരിച്ച് ഒന്നെങ്കിൽ അത് അടിച്ചെടുക്കുക. 90% പേർക്കും ഇത് ആപ്റ്റായിട്ട് തന്നെ വരുന്നുണ്ട്. പരാതികൾ വളരെ കുറവാണ്, അത് ഞാൻ കറക്റ്റ് പറയുക. പരാതി ഉണ്ടെങ്കിൽ ഇത് ഞാൻ മെനക്കെടുത്തേ ഇല്ല. കാരണം ഇതിന് പ്രോഫിറ്റോ ഇതിൻ്റെ കഷ്ടപ്പാടോ ഒക്കെ വെച്ച് നോക്കുമ്പോൾ പ്രോഫിറ്റോ കാര്യങ്ങളോ ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ മനസ്സിലാക്കിയെടുക്കുക. പിന്നെ സ്കിൻ ഫിറ്റാണ്, ഇതിങ്ങനെയാണ്, ഇതിന് ഫ്രണ്ടിൽ ഓപ്പൺ ഇല്ല, കട്ടിങ് അങ്ങനെയാണ്, എല്ലാം ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കി വേണം എടുക്കാനേ. മനസ്സിലാക്കാതെ എടുത്തിട്ട് പരാതി പറഞ്ഞ് വരരുത്. നമ്മൾക്ക് റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല.
ബ്ലൗസിന് യാതൊരു സംഭവങ്ങളും ഇല്ല. അത് കാരണം ആണ് ഞാൻ പിന്നെയും പറയുന്നത്. ഇതൊന്ന് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ എടുത്ത് നോക്കിയിട്ടുള്ളവർക്ക് അറിയാം, അവനവനറിയാം. അങ്ങനെയുള്ളവർ എനിക്കറിയാം 5-8 ബ്ലൗസ് എടുക്കുന്നവരുണ്ട്, ഒറ്റ വീഡിയോയ്ക്ക് തന്നെ 8 ബ്ലൗസൊക്കെ എടുക്കുന്നവരുണ്ട്, 8-10 എന്നാൽ അതുപോലെ മേടിക്കുന്ന ആൾക്കാരുണ്ട്. സ്ഥിരം ബ്ലൗസിൻ്റെ വീഡിയോ എന്നായിരുന്നു, എൻ്റെ ബ്ലൗസ് എല്ലാം തീർന്നു എന്ന് പറയുന്നവരുണ്ട്. ഇപ്പോൾ ഷൂട്ടോ അടിക്കുന്നൊന്നും അല്ല, സത്യമായിട്ടും പറയുന്നതാണ്. അപ്പം നോക്കി കണ്ട് വാങ്ങിക്കുക. അതിൻ്റെ വീഡിയോ സ്കിപ്പാക്കാതെ കാണുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ പിടികിട്ടും. ചിലർ അതും ചെയ്യാതാണ് വീഡിയോ ബ്ലൗസ് എടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഈ ഫ്രണ്ട് ഓപ്പൺ ഇല്ല, ഈ സ്കിൻ ഫിറ്റിനെന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം മനസ്സിലാക്കാതെയാണ് ഇത് എടുത്തതെന്ന് ഞാനും ആലോചിച്ചായിരുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു.